വിഷയമായിട്ട് യുക്തിവാദികളുടെ നിലപാടുകൾ വ്യക്തമായി വിശദീകരിച്ച് കഴിഞ്ഞു. സമയം 6 മണിയോട് അടുത്തു. ഈ ഒരു സന്ദർഭത്തിൽ ഇനി ഞാൻ ഒരു പ്രസംഗത്തിന് മുതിരുന്നത് ഉചിതമല്ല എന്നതുകൊണ്ട് തന്നെ ഒരൊറ്റ ചെറിയൊരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കാരശ്ശേരി മാഷ് പറയാതെ പോയ, ഒരുപക്ഷെ ബോധപൂർവമോ അല്ലാതെയോ പറയാതെ പോയ ഒരു കാര്യം മാത്രം. മാഷ് പറഞ്ഞു, സാമ്പത്തികമായ സംരക്ഷണം ലഭിക്കുന്നു എന്നത് ഭീകരവാദത്തിന് വളരെ പ്രോത്സാഹനമായിട്ടുള്ളൊരു സാഹചര്യമാണ്. രാഷ്ട്രീയ പാർട്ടികൾ, കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ മുന്നണികൾ ഇവരെ മാറി മാറി കൂട്ടുകൂടുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ കച്ചവടം ആണ് കേരളത്തിൽ ഈ മതവർഗീയതയെയും അതിനെ ഭീകരവാദത്തെയും പ്രോത്സാഹിപ്പിച്ചത് എന്ന് മാഷ്. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ യുക്തിവാദികൾക്ക് പറയാനുള്ള ഒരു പോയിന്റ്, അത് രാജഗോപാൽ ഏറെക്കുറെ പറഞ്ഞു കഴിഞ്ഞു. ഈ ഭീകരവാദത്തിന് പിന്നെ മറ്റൊന്ന് സാമ്രാജ്യത്വം ആണ് ഈ ഭീകരവാദത്തെ ലോകത്തെല്ലായിടത്തും നട്ടുവളർത്തിയതെന്നും മാറി മാറി പ്രോത്സാഹിപ്പിച്ചതെന്നും ഇന്ത്യയിലാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം നിലനിർത്താൻ വേണ്ടി അവരാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള സിദ്ധാന്തം നടപ്പിലാക്കിയത് എന്നും പറയുന്നു. ഇതൊക്കെ അതിൻ്റെ വിവിധ വശങ്ങളാണെങ്കിൽ പോലും ഇതിനെല്ലാം അടിസ്ഥാനപരമായി അടിസ്ഥാന ബീജമായി നിലകൊള്ളുന്ന ഒരു വസ്തുത കൂടി നമ്മൾ കാണാതിരുന്നുകൂടാ. അത് ഭീകരവാദത്തിൻ്റെ മതപരമായ അടിത്തറ തന്നെയാണ്. മതം വളരെ നിഷ്കളങ്കമാണ്, കുഴപ്പങ്ങളെല്ലാം വേറെ ആരൊക്കെയോ ഉണ്ടാക്കി തീർക്കുന്നതാണ്, മതത്തിന് ഇതിൽ കാര്യമായ പങ്കൊന്നുമില്ല എന്ന ഒരു പൊതുബോധം ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരും അതിനനുബന്ധമായി നമ്മുടെ നാട്ടിൽ ഉള്ള എല്ലാ സാംസ്കാരിക ബുദ്ധിജീവികളും ഒക്കെ തന്നെ ഇവിടെ പ്രചരിപ്പിച്ച് അത് നമ്മുടെയൊക്കെ ഒരു പൊതുബോധമായി ഇവിടെ വളർന്നു വന്നു. എന്നാൽ മതത്തിന് ഇതിൽ പങ്കില്ലേ. ഞാൻ ഒരൊറ്റ ഉദാഹരണം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ജോസഫ് മാഷെ കൈ വെട്ടിയതാണ് നമ്മളൊക്കെ അറിഞ്ഞത്. പക്ഷെ കൈ മാത്രമല്ല വെട്ടിയിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ജോസഫ് മാഷെ കാണാൻ പോയിരുന്നു. മാഷിന്റെ വലത്തെ കൈയും ഇടത്തെ കാലുമാണ് വെട്ടിമുറിച്ചത്. ഇടത്തെ കാല് 80% മുറിഞ്ഞിട്ട്, അസ്ഥി അടക്കം മുറിഞ്ഞിട്ട് ഒരു തൊലിയും അല്പം മാംസവും മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. വലത്തെ കൈ പൂർണ്ണമായും മുറിഞ്ഞ് റോഡിലേക്ക് തെറിച്ചുപോയി. ഇടത്തെ കാലും വലത്തെ കൈയും മുറിച്ചത് വളരെ കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ മുറിക്കാൻ അവരെ പറഞ്ഞയച്ച മതക്കോടതി നിർദ്ദേശിച്ചതുമാണ്. അതിനകത്ത് അവർക്ക് ചെറിയൊരു അബദ്ധം പറ്റിയത്, അവർ ആദ്യം ഇടത്തും വലത്തും പെട്ടെന്ന് വെപ്രാളത്തിൽ തിരിയാത്തത് കൊണ്ട് ആദ്യം മാഷിന്റെ ഇടത്തെ കൈയിനെ വെട്ടി. പക്ഷെ അപ്പോഴാണ് കൈ ഇടത്താണെന്ന് മനസ്സിലായപ്പോൾ ആ വെട്ട് അത്ര ഗുരുതരമല്ല, ഏതായാലും പകുതിയോളം മുറിഞ്ഞുള്ളൂ. അപ്പോഴാണ് കാര്യം മനസ്സിലായത്. അവർ വലത്തെ കൈ നിലത്ത് ചവിട്ടി വെച്ചിട്ട് കോടാലി വേണ്ടി വെട്ടണിച്ചു. അപ്പൊ ഇത് മതക്കോടതിയാണ് ഇങ്ങനെ ചെയ്യാൻ നിർദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ മതക്കോടതിക്ക് എവിടുന്നാണ് ഈ വലത്തെ കൈ ഇടത്തെ കാലം എന്നുള്ള ആശയം കിട്ടിയത്? അത് ഖുർആനിലുണ്ട്, സാക്ഷാൽ ഖുർആനിലുണ്ട്. ഇവിടെ ചോദിച്ചല്ലോ, ഖുർആൻ നിങ്ങൾക്ക് അക്രമത്തിന്റെ അല്ലെങ്കിൽ തലവെട്ടുന്ന കൈവെട്ടുന്ന ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഞാൻ വായിച്ചു തരാം. ഖുർആനിലെ 5-ാം അധ്യായത്തിലെ 33-ാം വാക്യം നോട്ട് ചെയ്ത് വെച്ചോ, വീട്ടിൽ പോയിട്ട് നിങ്ങൾ പരിശോധിച്ചോ, ഖുർആൻ ഉണ്ടെങ്കിൽ. അതിൽ പറയുന്നത്, അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവരെ കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ചു കളയപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു. അതവർക്ക് ഇഹലോകത്തുള്ള അപമാനം, പരലോകത്ത് അവർക്ക് കനത്ത ശിക്ഷ വേറെയും ഉണ്ടായിരിക്കും. അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും പോരാടുകയോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നവർക്കുള്ള ശിക്ഷയാണ് ഈ വിവരിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ശിക്ഷ ആ കുറ്റകൃത്യത്തിന്റെ ഗൗരവം അനുസരിച്ച് തെരഞ്ഞെടുക്കുകയാണ് ശരീഅത്ത് കോടതി ചെയ്യുന്നത്. ഇവിടെ ജോസഫ് മാഷ് ചെയ്ത കുറ്റം, ഇവരാരോപിച്ച കുറ്റം നമുക്കറിയാം. അള്ളാഹുവിന്റെ ദൂതനെ പരിഹസിച്ചു, അല്ലെങ്കിൽ
അവഹേളിക്കുന്ന രീതിയിൽ ചോദ്യപേപ്പർ തയ്യാറാക്കി എന്നാണ് ഇവർ ഉന്നയിച്ച ആരോപണം. അതിൻ്റെ വശങ്ങളിലേക്കൊന്നും ഇപ്പം ഞാൻ കടക്കുന്നില്ല. അതിനവർ വിധിച്ച ശിക്ഷ യഥാർത്ഥത്തിൽ ഖുർആൻ ആയത്തമനുസരിച്ചുള്ള ശിക്ഷയായിരുന്നു. ഇനി ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്ത് ഉദ്ധരിച്ചാൽ സാധാരണ നമ്മളെ മുസ്ലിം സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ ചൂടായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് മാഷെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് പറഞ്ഞതാണ്, അതിന്റെ കോണ്ടക്സ്റ്റ് പറഞ്ഞില്ല. ഇവിടെ രാജഗോപാൽ കുറെ ആയത്തുകൾ ഉദ്ധരിച്ചു, അതിന്റെയൊക്കെ കോണ്ടക്സ്റ്റ് പറയാൻ തൽക്കാലം എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. പക്ഷെ ഈ ആയത്തിന്റെ കോണ്ടക്സ്റ്റ് ഞാൻ പറയാം. ഈ ആയത്ത് ഇറങ്ങിയത് മുഹമ്മദ് നബിയുടെ കൈവശം ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു, ചില പ്രത്യേക സവിശേഷതയുള്ള ഒട്ടകങ്ങൾ. ആ ഒട്ടകത്തിന്റെ മൂത്രം കുടിച്ചാൽ എല്ലാ രോഗവും മാറും. ഒട്ടകമൂത്രം ഔഷധമാണ് എന്ന് പൊതുവേ അറബികൾ വിശ്വസിച്ചിരുന്നു. ഒട്ടകമൂത്രം കുടിച്ചിരുന്നു, നമ്മുടെ നാട്ടിലെ പശുവിന്റെ മൂത്രം കുടിക്കുന്ന പോലെ. പക്ഷെ ഈ നബീന്റെ കയ്യിലുള്ള ഒട്ടകം വലിയ ഔഷധവീര്യമുള്ള മൂത്രവും പാലും വലിയ ഔഷധവീര്യമുള്ള ഒട്ടകങ്ങളാണ് എന്ന് നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുകയും അതിന്റെ അടിസ്ഥാനം നേത്രരോഗത്തിനും മറ്റും ഇത് വലിയ വീര്യമുള്ള ഔഷധമാണെന്ന് കേട്ടറിഞ്ഞ ഏതോ വിദൂര ഗോത്രക്കാര് നബിയുടെ അടുത്ത് വന്നിട്ട്, ഞങ്ങൾ ഗോത്രത്തിൽ ഇന്ന ആളുകൾക്ക് കുറച്ച് ആളുകൾക്ക് ഈ അസുഖമുണ്ട്, അതുകൊണ്ട് ലേശം പാലും മൂത്രം എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒട്ടകത്തിനെ ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിക്കുകയാണ്. അത് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് നബി അവരെ അനുവദിച്ചു. അവരെന്ത് ചെയ്തു വെച്ചാൽ ഈ ഒട്ടകങ്ങളെ അതിൻ്റെ ഇടയനെ ദൂരെ കൊണ്ടുപോയിട്ട് ഈ ഒട്ടകങ്ങളെ മേയിച്ചിരുന്ന അടിമയെ കൊല ചെയ്തിട്ട് ഈ ഒട്ടകങ്ങളെയും കൊണ്ട് മുങ്ങിക്കളഞ്ഞു. അവർ നാട്ടിലേക്ക് മുങ്ങി. ഈ വിവരം നബി അറിഞ്ഞു. ഇവരിങ്ങനെ ഒട്ടകത്തിനെ കൊണ്ട് മുങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞപ്പോഴാണ് നബി കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തോ മറ്റ് പട്ടാളക്കാരെ വിട്ടിട്ട് അവരെ പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അവർ പുറകെ പോയി ഈ ഒട്ടകത്തിനെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ആളുകളെ പിടിച്ചു കൊണ്ടുവന്ന് നബിയുടെ മുമ്പിൽ കൊണ്ടുവന്നു. നബി എന്താ ചെയ്തതെന്നറിയോ? വലത്തെ കൈയും ഇടത്തെ കാലും വെട്ടി ഇരുമ്പിന്റെ ആണി ചുട്ട് പഴുപ്പിച്ച് 2 കണ്ണും കുത്തിപ്പൊട്ടിച്ചു. എന്നിട്ട് മരുഭൂമിയിൽ ചുട്ടുകൊള്ളുന്ന മണലിൽ കൊണ്ടുപോയിട്ട് മലർത്തി കിടത്തി. വെള്ളം ചോദിച്ച് കരഞ്ഞപ്പോൾ വെള്ളം കൊടുക്കരുത് എന്ന് പറഞ്ഞു. അവിടെ കിടന്ന് പെടഞ്ഞ് അവർ മരിച്ചു. ഈ സംഭവം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഈ കൊടുംക്രൂരമായ ഈ കൊല ചെയ്തതിന് ശേഷം ഈ സംഭവത്തെ ന്യായീകരിക്കാൻ വേണ്ടി ആകാശത്ത് നിന്ന് അള്ളാഹു ഇറക്കിയ ആയത്താണ് പശ്ചാത്തലം. അതാണ് കോണ്ടെക്സ്റ്റ്. തഫ്സീറുകൾ നോക്കിയാൽ കാണാം. അപ്പോൾ ഒട്ടകത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയി ഇടയനായ അടിമയെ വധിച്ചു എന്ന ഒരു കുറ്റം അവിടെ ഉണ്ടെങ്കിൽ പോലും ആ കാലത്ത് അടിമയെ വധിക്കുക എന്നുള്ളതൊന്നും അത്ര കുറ്റമല്ല. അത് നമുക്ക് എന്ത് വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കാം, ഒരാളെ കൊന്നതുകൊണ്ടാണെന്ന്. പക്ഷെ അല്ല, നബിയെ പറ്റിച്ചു. അതാണ് അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും പോരാടി, എന്നിട്ട് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ശിക്ഷ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ അള്ളാഹുവിന്റെ ദൂതനോട് പോരാടി ജോസഫ് മാഷ്. അതിന് കൊടുത്ത ശിക്ഷയാണ് ഇതിൽ പറഞ്ഞ എതിർ ദിശയിൽ നിന്ന് കയ്യും കാലും മുറിക്കുക എന്ന് നടപ്പിലാക്കിയത്. അപ്പോ അടിസ്ഥാനപരമായിട്ട് കാര്യം എവിടെയാ കിടക്കുന്നത്? അള്ളാഹിന്റെ അടുത്താ കിടക്കുന്നത്. അള്ളാഹ് പറഞ്ഞതാണ് ഇവർ നടപ്പിലാക്കുന്നത്. അത് വളരെ കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ട പരിശീലനമാണ് ഇവർ കൊടുക്കുന്നത്. ഒരുപക്ഷെ 10-15 കൊല്ലം പരിശീലനം നേടിയവരാണ് വളരെ കൃത്യമായിട്ട് പോയിട്ട് ഈ കർമ്മം നിർവഹിച്ചു പോകുന്നത്. അപ്പൊ ഭീകരവാദത്തിന്റെ അടിസ്ഥാന ബീജം നിലനിൽക്കുന്നത് ദൈവത്തിന്റെ വെളിപാട് പുസ്തകങ്ങളിൽ തന്നെയാണ് എന്ന് തിരിച്ചറിയണം. ഒരുപാട് ഖുർആനിൽ ഭീകരമായിട്ടുള്ള അക്രമങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്ന, യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന, കഴുത്തുവെട്ടാൻ പ്രോത്സാഹിപ്പിക്കുന്ന 100 കണക്കിന് വെളിപാടുകളുണ്ട്. 100 കണക്കിനുണ്ട്. ഞാൻ എൻ്റെ ബ്ലോഗിൽ അതിൻ്റെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മുഴുവനില്ല, അതിൽ നിന്ന് കുറച്ച് മാത്രം. ഇത് എൻ്റെ കയ്യിലുള്ളത് സാമ്പിള് മാത്രമാണ്. ഒരു 5-6 ഇതിനകത്തുണ്ട്. ഞാൻ അതൊന്നും ഇപ്പോൾ വായിക്കുന്നില്ല. പക്ഷെ അതിനകത്ത് ഒരു സൂക്തം ഞാൻ വായിക്കാം, അള്ളാഹു എത്ര വലുതാണ് എന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇത് കോണ്ടെക്സ്റ്റ് ബദർ യുദ്ധമാണ്. ബദർ യുദ്ധത്തിന്റെ കോണ്ടെക്സ്റ്റ്